നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 7ാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 4ാമത്തെ ചാപ്റ്ററായ ത്രൂ ദ എലമെൻ്ററി കനാലിൻ്റെ 5ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എക്സ്ക്രീഷൻ എന്ന ഒരു പാർട്ടാണ്. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട എക്സ്ക്രീറ്ററി ഓർഗൻസ് ഏതൊക്കെയാണ്? സ്കിന്നും കിഡ്നിയും. ലുക്ക് അറ്റ് ദ ഇലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു ഇലസ്ട്രേഷൻ തന്നിട്ടുണ്ട്, മീൻസ് ഒരു ഫ്ലോ ചാർട്ട് പോലൊരു സംഭവം തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം. ഇവിടെ തന്നിട്ടുള്ള ഇലസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡിലേക്ക് ഏതൊക്കെ കമ്പണൻസാണ് വരുന്നത്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ന്യൂട്രിയൻസ്, യൂറിയ. ഓക്സിജൻ എവിടെ നിന്നാണ്? ഫ്രം ദി ലങ്സ്, ശ്വാസകോശത്തിൽ നിന്ന്. കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദി സെൽസ്, കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എത്തുന്നു. ന്യൂട്രിയൻസ് ഫ്രം ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടലിൽ നിന്ന് ന്യൂട്രിയൻസ് വരുന്നു. യൂറിയ ഫ്രം ലിവറിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കരളിൽ നിന്ന് യൂറിയയും എത്തുന്നു. ഇനി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ കമ്പോണൻസ് റീച്ചിങ് ബ്ലഡ്? ബ്ലഡിലേക്ക് എത്തുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ ഏതെല്ലാമാണ്? നമ്മളിപ്പോൾ പറഞ്ഞതേയുള്ളൂ. എന്തൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, യൂറിയ ആൻഡ് ന്യൂട്രിയൻസ്. ഏതൊക്കെയാണ്? ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, യൂറിയ ആൻഡ് ന്യൂട്രിയൻസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് എമംഗ് ദീസ് ആർ റിക്വയർഡ് ഫോർ ദ ബോഡി? നമ്മുടെ ബോഡിക്ക് ഈ പറഞ്ഞിട്ടുള്ളവയിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള കമ്പോണൻസ് ഏതെല്ലാമാണ്? നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള കമ്പോണൻസ് ഏതെല്ലാമാണ്? ഓക്സിജനും ന്യൂട്രിയൻസും. ഓക്സിജനും ന്യൂട്രിയൻസും ആണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള കമ്പോണൻസ് എന്ന് പറയുന്നത്. ഹൗ ആർ അൺവാണ്ടഡ് സബ്സ്റ്റൻസസ് എലിമിനേറ്റഡ്? അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡും യൂറിയയും. അപ്പോൾ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡും യൂറിയയും എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറന്തള്ളുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് യൂറിയ ആർ ദ അൺവാണ്ടഡ് സബ്സ്റ്റൻസ് ഫോർ ദ ബോഡി. നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഏതൊക്കെയാണ്? യൂറിയയും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഓക്സിജനും ന്യൂട്രിയൻസും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതാണ്. ഇനി ഈ സംഭവങ്ങൾ, അതായത് യൂറിയയും കാർബൺ ഡൈ ഓക്സൈഡും എങ്ങനെ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളും എന്നുള്ളതാണ് ഈ പറയാൻ പോകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എലിമിനേറ്റഡ് ത്രൂ ദ റെസ്പിരേഷൻ എന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ശ്വസനം, അല്ലേ? ശ്വസനം വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിയിലകത്തുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നത്. എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പുറത്താക്കുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ എലിമിനേഷൻ അല്ലെങ്കിൽ എലിമിനേറ്റഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എലിമിനേറ്റഡ് ത്രൂ റെസ്പിരേഷൻ അല്ലെങ്കിൽ ശ്വസനം വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ പുറന്തള്ളുന്നത്. ഇനി യൂറിയ ഈസ് എക്സ്പെൽഡ് ഇൻ ദ ഫോം ഓഫ് യൂറിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ രൂപത്തിലാണ് യൂറിയ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളുന്നത്. എക്സ്പെല്ലുക എന്ന് വെച്ചാൽ പുറന്തള്ളുക എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ യൂറിയ ഈസ് എക്സ്പെൽഡ്, യൂറിയ പുറന്തള്ളുന്നു ഇൻ ദ ഫോം ഓഫ് യൂറിൻ, മൂത്രത്തിൻ്റെ രൂപത്തിൽ. മൂത്രം ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ യൂറിയയും പുറത്തു പോകും. നമുക്ക് ഇവിടെ ഒരു കിഡ്നിയുടെ ഫിഗർ തന്നിട്ടുണ്ട്, കണ്ടോ? നമുക്ക് 2 കിഡ്നീസാണുള്ളത്. അപ്പോൾ അതിൽ കിഡ്നി എന്ന് മാർക്ക് ചെയ്യുക. പിന്നെ യൂറീറ്റർ, കിഡ്നിയിൽ നിന്ന് നമ്മുടെ യൂറിനറി ബ്ലാഡറിലോട്ടൊരു ഒരു ട്യൂബുണ്ട്, അതിനെയാണ് നമ്മൾ യൂറീറ്റർ എന്ന് പറയുന്നത്. പിന്നെന്താണ്? കിഡ്നിയിലേക്ക് 2 ബ്ലഡ് വെസൽസ് വരുന്നുണ്ട്. റീനൽ ആർട്ടറി, റീനൽ വെയിൻ. ആർട്ടറി വെയിൻ ആണ്. അപ്പോൾ അത് കിഡ്നിയിലേക്കാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ റീനൽ ആർട്ടറി എന്ന് പറയും. ഇനി കിഡ്നിയിലേക്ക് വരുന്ന വെയിൻ ആണെങ്കിൽ അതിനെ റീനൽ വെയിൻ എന്ന് പറയും. അപ്പോൾ നമ്മൾ കിഡ്നി ആയിട്ട് റിലേറ്റ് ചെയ്തത് എന്നുള്ള മീനിങ്ങിലാണ് റീനൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നെയിം ദ ഓർഗൻ വിച്ച് ഈസ് നോൺ ആസ് ഫിൽറ്റർ ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലെ ഫിൽറ്റർ അല്ലെങ്കിൽ അരിപ്പ എന്നറിയപ്പെടുന്നത് ഏത് ഓർഗനാണ്? ഏത് അവയവമാണ്? കിഡ്നിയാണ് ഫിൽറ്റർ ഇൻ ദ ബോഡി എന്നറിയപ്പെടുന്ന ഓർഗൻ. അടുത്തതായി ഇവിടെ നമുക്ക് ഒരു കിഡ്നിയുടെ ഫിഗർ തന്നിട്ടുണ്ട്. ഒരു കിഡ്നിയുടെ ഫിഗറാണ്. അതിൻ്റെ അകത്ത് 2 ബ്ലഡ് വെസൽസ് വരുന്നുണ്ട്, അല്ലേ? ഏതൊക്കെയാണ്? റീനൽ ആർട്ടറിയും റീനൽ വെയിനും. അപ്പോൾ അവ എന്തിനാണ് കിഡ്നിയിലേക്ക് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. റീനൽ ആർട്ടറി, ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ബ്ലഡ് ടു ദ കിഡ്നി. അതായത് ബ്ലഡ് കിഡ്നിയിലേക്ക് എത്തിക്കുന്ന ബ്ലഡ് വെസലാണ് റീനൽ ആർട്ടറി എന്ന് പറയുന്നത്. മനസ്സിലായോ? ബ്ലഡ് കിഡ്നിയിലേക്ക് എത്തിക്കുന്ന ബ്ലഡ് വെസലാണ് റീനൽ ആർട്ടറി. അപ്പോൾ ആ ബ്ലഡ് വെസലിൽ എന്താണ്? ഈ പറയുന്ന യൂറിയയും ഒക്കെ പിന്നെ സോൾട്ടും ഒക്കെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അടുത്തത് റീനൽ വെയിൻ, ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ബ്ലഡ് എവേ ഫ്രം ദ കിഡ്നി. കിഡ്നിയിൽ നിന്നും ബ്ലഡിനെ കൊണ്ടുപോകുന്നതാണ് റീനൽ വെയിൻ എന്ന് പറയുന്ന ബ്ലഡ് വെസൽ. കിഡ്നിയിൽ നിന്നും ബ്ലഡിനെ കൊണ്ടുപോകുന്ന
എന്താണ് ബ്ലഡ് വെസലാണ് റീനൽ വെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ റീനൽ വെയിനിൽ ഉള്ള ബ്ലഡിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? യൂറിയയും മറ്റ് സാൾട്ടും ഒക്കെ അതിൻ്റെ അകത്ത് വളരെ കുറവായിരിക്കും. കാരണം കിഡ്നി അരിച്ചെടുത്തു, അതിൻ്റെ അകത്ത് എക്സസ് ആയിട്ടുണ്ടായിരുന്ന യൂറിയയും സാൾട്ടിനെയൊക്കെ അരിച്ചെടുത്ത് അതെങ്ങനെ യൂറീറ്റർ വഴി പുറത്തേക്ക് തള്ളും അല്ലേ. ഇവിടെ നിങ്ങൾ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബ്ലഡ് കിഡ്നിയിലേക്ക് എത്തിക്കുന്ന ബ്ലഡ് വെസലാണ് റീനൽ ആർട്ടറി. എന്നാൽ കിഡ്നിയിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലാണ് റീനൽ വെയിൻ. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെച്ചിരുന്നാൽ മതി. കിഡ്നിയിലേക്ക് ബ്ലഡ് എത്തുന്നത് ആർട്ടറി, കിഡ്നിയിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് റീനൽ വെയിൻ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദി കിഡ്നി? നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണ്? ഇപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് കിഡ്നിയുടെ ഫംഗ്ഷൻ എന്നൊരു ഏകദേശ ധാരണ ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് പറയാം എന്തൊക്കെയാണ് കിഡ്നിയുടെ ഫംഗ്ഷൻസ് എന്ന്. കിഡ്നി ഈസ് ദ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലെങ്കിൽ വിസർജന അവയവമാണ് കിഡ്നി. എക്സസ് യൂറിയ, വാട്ടർ ആൻഡ് സാൾട്ട്സ് ഇൻ ദ ബ്ലഡ് ആർ ഫിൽറ്റേർഡ് ആൻഡ് എക്സ്പെൽഡ് ഇൻ ദ ഫോം ഓഫ് യൂറിൻ. അതായത് എക്സസ് ആയിട്ടുള്ള അധികമായിട്ടുള്ള യൂറിയ, വാട്ടർ, സോൾട്ട്, ഏതൊക്കെയാണ്? യൂറിയ, വാട്ടർ, സോൾട്ട്, അധികമായിട്ടുള്ള എക്സസ് ഇൻ ദ ബ്ലഡിൻ്റെ അകത്ത് എക്സസ് ആയിട്ടുള്ള യൂറിയ, വാട്ടർ, സോൾട്ട് എന്നിവ ആർ ഫിൽറ്റേർഡ്, അരിച്ച് ആൻഡ് അരിച്ചെടുക്കുകയും പിന്നെ എന്ത് ചെയ്യുന്നു? ആൻഡ് എക്സ്പെൽഡ് ഇൻ ദ ഫോം ഓഫ് യൂറിൻ, എന്നിട്ട് യൂറിൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ യൂറിൻ എന്ന് പറയുന്ന ആ രൂപത്തിൽ അത് പുറന്തള്ളുകയും ചെയ്യുന്നു. എക്സ്പെൽഡ് എന്ന് വെച്ചാൽ പുറന്തള്ളുക. എക്സ്പെൽഡ് ഇൻ ദ ഫോം ഓഫ് യൂറിൻ, യൂറിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ പുറന്തള്ളുന്നു. അതാണ് നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. കിഡ്നി ഈസ് ദ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട എക്സ്ക്രീറ്ററി ഓർഗനാണ് കിഡ്നി. പിന്നെ അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എക്സസ് യൂറിയ, വാട്ടർ ആൻഡ് സോൾട്ട് ഇൻ ദ ബ്ലഡ് ആർ ഫിൽറ്റേർഡ്. നമ്മുടെ ബ്ലഡിലുള്ള കൂടുതലായിട്ടുള്ള യൂറിയ, വാട്ടർ, സോൾട്ട് എന്നിവയെല്ലാം ഫിൽറ്റർ ചെയ്യുന്നു, അരിക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ആൻഡ് എക്സ്പെൽഡ് ഇൻ ദ ഫോം ഓഫ് യൂറിൻ, എന്നിട്ട് അതിന് യൂറിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ രൂപത്തിൽ പുറത്തേക്ക് പുറന്തള്ളുന്നു. ഇതാണ് കിഡ്നിയുടെ ഫംഗ്ഷൻ. അടുത്തത്, ചിൽഡ്രൻ ഷുഡ് ഡ്രിങ്ക് അറ്റ്ലീസ്റ്റ് ഡാഷ് ലിറ്റർ ആൻഡ് അഡൾട്ട്സ് ഷുഡ് ഡ്രിങ്ക് ഡാഷ് ലിറ്റർ ഓഫ് വാട്ടർ ഡെയിലി. ദിവസവും കുട്ടികൾ എത്ര ലിറ്ററും അഡൾട്ട്സ് അല്ലെങ്കിൽ പ്രായപൂർത്തിയായവർ എത്ര ലിറ്റർ വെള്ളമാണ് കുടിക്കണമെന്ന് പറയുന്നത്? കുട്ടികൾ 1.5 ലിറ്റർ വെള്ളം, 1.5 ലിറ്റർ വെള്ളവും പിന്നെ അഡൾട്ട്സ് ആണെങ്കിൽ 3 ലിറ്റർ വെള്ളവും കഴിക്കണം അല്ലെങ്കിൽ കുടിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത്, യൂറിൻ കണ്ടെയ്ൻസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ. നമ്മുടെ മൂത്രം അല്ലെങ്കിൽ യൂറിനിൽ എത്ര പെർസെൻറ്റേജ് വാട്ടറാണുള്ളത്? ആൻസർ 96%, 96% വാട്ടറാണ് യൂറിനിലുള്ളത്. വാട്ടർ എക്സ്പെൽഡ് ഫ്രം ദ ബോഡി ത്രൂ ദ സ്വെറ്റ്. സ്വെറ്റ് ഉണ്ടല്ലോ, വിയർപ്പ്. സ്വെറ്റ് എന്ന് വെച്ചാൽ വിയർപ്പ് വഴി എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളുന്നത്? വിയർപ്പ് വഴി എക്സസ് വാട്ടർ ആൻഡ് സാൾട്ട്സ് ഇൻ ദ ബോഡി ആർ എലിമിനേറ്റഡ് ത്രൂ സ്വെറ്റ്. അതായത് എക്സസ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള അധികമായിട്ടുള്ള വാട്ടർ, വെള്ളവും പിന്നെ സോൾട്ട്, ലവണങ്ങളുമാണ് നമ്മുടെ ബോഡിയിലുള്ള ഇൻ ദ ബോഡി ആർ എലിമിനേറ്റഡ് ത്രൂ സ്വെറ്റ്. എലിമിനേറ്റ് ചെയ്യുന്നു, പുറന്തള്ളുന്നു. എങ്ങനെ? ത്രൂ സ്വെറ്റ്. സ്വെറ്റ് എന്ന് വെച്ചാൽ വിയർപ്പ് വഴി. അപ്പോൾ വിയർപ്പ് വഴി നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ടുള്ള ജലവും ലവണങ്ങളും, വാട്ടർ ആൻഡ് സോൾട്ട്, അതാണ് പുറന്തള്ളുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വെറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ. സ്വെറ്റ് അല്ലെങ്കിൽ വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? സ്വെറ്റ് ഗ്ലാൻഡ്സ് അല്ലേ, വിയർപ്പ് ഗ്രന്ഥികൾ ആണ് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡീഹൈഡ്രേഷൻ? എന്താണ് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം? The condition of excessive loss of water and salts from the body is called dehydration. അതായത് കൂടുതലായിട്ട് എക്സസീവായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വാട്ടറും പിന്നെ ലവണങ്ങളും വാട്ടറും സോൾട്ടും ജലവും ലവണങ്ങളും ലോസ് ആകുക, നഷ്ടപ്പെടുക, ആ ഒരു അവസ്ഥയാണ്, ആ ഒരു കണ്ടീഷനാണ് എന്ത് പറയുന്നത്? ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡീഹൈഡ്രേഷൻ? ദ കണ്ടീഷൻ ഓഫ് എക്സസീവ് ലോസ് ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ഫ്രം ദ ബോഡി. ബോഡിയിൽ നിന്ന് എക്സസീവായിട്ട് കൂടുതലായിട്ട് ലോസ് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു എന്താ? വാട്ടറും സോൾട്ടും ജലവും ലവണങ്ങളും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീഹൈഡ്രേഷൻ. സ്വെറ്റിംഗ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്വെറ്റിംഗ്. സ്വെറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? വിയർപ്പ് വരൽ. ആ വിയർക്കൽ എന്തിനെയൊക്കെ സഹായിക്കുന്നു? എന്തിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു? ഏതിനെയൊക്കെയാണ്? ബോഡി ടെമ്പറേച്ചറിനെ, നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെ റെഗുലേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യുവാനും സ്വെറ്റിംഗ് സഹായിക്കുന്നു.
റൈറ്റ് സം പ്രോപ്പർ ഫുഡ് ഹാബിറ്റ്സ്. പ്രോപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ശരിയായ ആരോഗ്യ ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഫുഡ് ഷുഡ് കണ്ടെയ്ൻ ന്യൂട്രിയൻസ്. ഫുഡിൽ എന്ത് അടങ്ങിയിരിക്കണം? ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങൾ അടങ്ങിയിരിക്കണം, കണ്ടെയ്ൻ ചെയ്തിരിക്കണം, അടങ്ങിയിരിക്കണം കേട്ടോ. ദ ഫുഡ് ഷുഡ് കണ്ടെയ്ൻ ന്യൂട്രിയൻസ്. രണ്ടാമത്തത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫുഡ്. നമ്മുടെ ഫുഡിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തണം. മൂന്നാമത്തത് ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. അവോയ്ഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ, അധികമായിട്ട് മധുരമൊക്കെ ചേർത്ത അങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുക. അടുത്തത് അവോയ്ഡ് എക്സസ് ഫുഡ്. അധികം ആഹാരം അല്ലെങ്കിൽ അമിത ആഹാരം. എക്സസ് ഫുഡ് എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ആഹാരം അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. അടുത്തത് റൈറ്റ് ഇമ്പോർട്ടൻറ്റ് ഹൈജീൻ ഹാബിറ്റ്സ്. പ്രധാനപ്പെട്ട ശുചിത്വ ശീലങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് ക്ലീൻ യുവർ ടീത്ത് ബിഫോർ ദ ഫസ്റ്റ് മീൽ ആൻഡ് ആഫ്റ്റർ ദ ലാസ്റ്റ് മീൽ ഓഫ് ദി ഡേ. ഒരു ദിവസത്തിലെ ആദ്യത്തെ ആഹാരത്തിന് മുൻപും അവസാന ആഹാരത്തിന് ശേഷവും എന്ത് ചെയ്യണം? ക്ലീൻ യുവർ ടീത്ത്. നിങ്ങളുടെ ടീത്ത് ക്ലീൻ ചെയ്യണം, പല്ല് വൃത്തിയാക്കണം. ഒന്നാമത്തത്. രണ്ടാമത്തത് ക്ലീൻ ദ മൗത്ത് വെരി വെൽ ആഫ്റ്റർ എവറി മീൽ. എല്ലാ ആഹാരത്തിന് ശേഷവും നമ്മുടെ വായ നന്നായിട്ട് വൃത്തിയാക്കണം. മൂന്നാമത്തത് കീപ് ദ സ്കിൻ ക്ലീൻ. നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ, തൊലി, അത് വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അടുത്തത് ബാത്ത് ഡെയിലി ആൻഡ് കെയർഫുള്ളി ക്ലീൻ യുവർ ബോഡി പാർട്സ്. എല്ലാ ദിവസവും കുളിക്കണം. അതുമാത്രമല്ല വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധയോടെ നമ്മുടെ ശരീരഭാഗങ്ങൾ വൃത്തിയാക്കുകയും വേണം. അടുത്തത് അഞ്ചാമത്തത് കീപ് പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വം. പേഴ്സണൽ ഹൈജീൻ എന്ന് വെച്ചാൽ വ്യക്തി ശുചിത്വം പാലിക്കണം. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ഹൈജീൻ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ ടീത്തൊക്കെ പഠിച്ചില്ലേ, ആ ഒരു പാർട്ട് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു അത് രണ്ടും. ബാക്കി പുതിയതാണ്. അപ്പോൾ എളുപ്പമാണ്, പഠിക്കാൻ എളുപ്പമാണ് ഇതെല്ലാം പോയിൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ഈ യൂണിറ്റ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ലെറ്റേഴ്സ് ആസ് എ സോൾവിങ് നോക്കാം.